സുമ്മത്ത് പറയുന്നുണ്ട് ബഅദ ജംഇ ഹാദൽ അർബഈൻ, ഈ 40 ഹദീസിനെ ജംഇ ചെയ്തതിന് ശേഷം അൽതസിമു ഫി അസാനീദി ഹാദിഹിൽ അർബഈന, ഈ 40 ഹദീസുകളുടെ സനദുകളിൽ ഞാൻ ഏറ്റെടുത്തത് അന്തകൂന സ്വഹീഹത്തൻ, അത് സ്വഹീഹായ സനദായിരിക്കണം എന്നുള്ളതാണ്. ഫിൽ മഅനൽ ആമി ശാമിലിൽ ഹസൻ, സ്വഹീഹത്ത് എന്ന് പറയുമ്പോൾ ഹസനെ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള അർത്ഥപ്രകാരം. കാരണം ഇത് യുത്ലഖു അലൈഹി അന്നഹു സഹീഹുൻ നഖീഖത്തുൻ ഇൻദ ബഅദി, ചില പണ്ഡിതന്മാരുടെ അടുക്കൽ ഹസനായ ഹദീസിന് സ്വഹീഹ് എന്ന് പറയാം യഥാർത്ഥ പ്രകാരം. അപ്പൊ മജാദൻ ഇൻദൽ ബാഖീന, ചില ആളുടെ അടുക്കൽ മജാദ് പ്രകാരമാണ് ഹസൻ സഹീഹ് എന്ന് പറയുക. എന്തുകൊണ്ടിന് മുസാബഹത്തിലോ ഫി വുജൂബിൽ അമലി ബിഹി, സ്വഹീഹായിരിക്കുന്ന ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ നിർബന്ധമാകുമ്പോൾ അതേ സഹീഹിനോട് സാദൃശ്യമാണ് ഹസനും. അതുകൊണ്ട് അതിൽ അധികവും ഫീ സ്വഹീഹൈൽ ബുഖാരി മുസ്ലിം, ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമയുടെ സ്വഹീഹിലുള്ളതായിരിക്കും ഇതിൽ അധികമുള്ള ഹദീസ്. 40 കൊണ്ടുവരുന്ന ഹദീസിൽ അധികം ഉണ്ടാവുക. അല്ലദൈനിഹുമാ അസഖുൽ കുതുബികമായ എത്തി, അത് ശേഷം വരുന്നുണ്ട് കിതാബുകൾ. ഏറ്റവും ശരിയായ കിതാബ് ബുഖാരിയുടെയും മുസ്ലിം റളിയല്ലാഹു അൻഹുയുടെ കിതാബാകുന്നു. അതുകൊണ്ട് അതായിരിക്കും അതിൽ കൂടുതൽ പറയാം. വഅദ്കുറുഹ മഹദൂബത്തൽ അസാനീദി, ഹദീസുകളെ സനദുകൾ കളഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുക. കാരണം ലിഅന്നഹു ലൈസ ലഹാ ബിനിസ്ബതി ലിഅക്സരിൻ നാസി ഫായിദത്തുൻ ബഅദ അൻ ഉലിമത്തി സിഖത്തുക, ഈ ഹദീസൊക്കെ സഹിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സനദുകളും പരമ്പരകളും വിശദീകരിക്കലുകൊണ്ടും അധിക ജനങ്ങളെ കൊള്ള നോക്കുമ്പോൾ ഒരു ഫായിദ ഓൽക്കില്ല. ഓൽക്ക് ഹദീസ് ശരിയായി കിട്ടിയാൽ പോരെ. വലിയ യസ്ഹല ഇബ്നുഹ, ഒരു കാരണം അതാണെങ്കിൽ രണ്ടാമത്തെ കാരണം ഈ ഹദീസ് മനഃപ്പാടമാക്കാൻ എളുപ്പമാക്കാനും പറ്റും. ഈ ഖില്ലത്തി അൽഫാദിയ, കാരണം ഹദീസിന്റെ ലഫ്ദ് കുറവായിരിക്കും, സനദ് കൂടുമ്പോൾ കൂടും. വഹീനൈദിൻ യക്സുറു ഹിഫാദുഹ, അപ്പോൾ ഈ 40 ഹദീസ് മനഃപ്പാടമാക്കുന്ന ആളുകൾ അധികമുണ്ടായി വരും. വയഉമ്മൽ ഇന്തിഫാഉ ബിഹ, ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണ്, ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും. കമാ ഹുവ മശാഹദ്, അങ്ങനെയാണല്ലോ കാണപ്പെടുന്നത്. അപ്പൊ ആ നിലക്കാണ് ഈ സനദുകളൊക്കെ കളഞ്ഞിട്ടുള്ളത്. ഖുലൂസി നിയ്യത്തി ജാമിഹ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഹദീസുകൾ ഒരുമിച്ച് കൂട്ടുന്ന ആളുടെ നിയ്യത്ത് ആത്മാർത്ഥത ഉള്ളത് കൊണ്ട്. ഹഖീഖത്തിൽ ഇൽതിജാഇ ഇലല്ലാഹി തആല, അല്ലാഹു തആലയിലേക്ക് അണഞ്ഞുകൂടുക എന്ന യഥാർത്ഥത്തിന് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇൻഷാ അല്ലാഹു തആല എന്ന് കൊടുത്തത് അതാബിഗാലി തബറുക്കി ഇംതിസാലി അംരി തആല ഹൈസ് അമറ അസ്റബ ഖൽഖി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇത്തിയാരി ബിഹാലി ദാലിക ബിഖൗലിഹി തആല വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫായിലുൻ ദാലിക ഗദൻ ഇല്ലാ ഇൻ യശാ അല്ലാഹ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം യൂതന്മാർ വന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി പറയാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. അപ്പൊ പറയേണ്ട രീതി എങ്ങനെയാണെന്ന് അല്ലാഹു തആല സൂറത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് നാളെ പ്രവർത്തിക്കുന്നവരാണെന്ന് നിങ്ങൾ നബിയെ ഒരിക്കലും പറയരുത്, ഇല്ല ഐ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറയാതെ എന്ന. ഇത് ഖുർആനിക വചനമാണ്, നബിയോട് കൽപ്പിച്ചതാണ് കൊണ്ടുവരാൻ. അതനുസരിച്ച് കൊണ്ട് തന്നെ അതിന് വഴിപ്പെട്ടുകൊണ്ടാണ് മഹാനവറുകൾ ഇവിടെ ഈ ഹദീസ് ജമ്മു ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഇൻഷാ അല്ലാഹ് തബറുക്കിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ومن ثم سنة في الأمور في الأمور المستقبلة دون الماضية, എന്നാൽ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഇത് വേണ്ട, വരാൻ പോകുന്ന കാര്യങ്ങളിലാണ് ഇത് സുന്നത്താവുക. കമസ്തുഫീദ മിനൽ ആയത്തി, ആയത്തുനിന്ന് അങ്ങനെ മനസ്സിലായതുപോലെ. അവലാ യുഖാലു ഫഅൽതു കദാ അംസി ഇൻഷാ അല്ലാഹു തആല, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്തു എന്ന് പറയാൻ പറ്റൂല. അല്ലാഹു ഉദ്ദേശിക്കുന്ന നാളെ. സുമ്മ ഉത്ബിൽ മുഖാബി ബാബിൻ ബി വബത്തി ഖഫിയ അൽഫാലിഹ എന്ന് പറയുമ്പോൾ ജമിഅഹി, എല്ലാ ലഫ്ളുകളെയും അങ്ങനെ ലഫ്ള എന്നാൽ നബത്താക്കി ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന് ബാബിടും. ബഅദുൽ വാളിയും ഇന്ന, അവകളിൽ ചിലതിനെ വിശദീകരിക്കുകയും ചെയ്യും, അതിനു വേണ്ടി ബാബിടും. കമാ ദക്കറു അവ്വല ഹാദൽ ബാബി, ഈ ബാബിന്റെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ. ഫസ അവ്വലു മിന്നു മാ യുഹ്താജു ഇലൈഹി ഇലാ മവാളിഹി മിൻ ഹാദ ശറഇ ഇൻഷാ അല്ലാഹു തആല, ഈ ഷറയിൽ ചില സ്ഥലങ്ങളിൽ ആവശ്യമാകുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, അത് ഞാൻ ഇവിടേക്ക് നക്കൽ ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്നു. ഷാരിന്റെ വകയും കൂട്ടുന്നു. വയംബഇ കുല്ലി റായിബിൻ ഈ അമലിൻ ഔ സവാബിൽ ആഖിറതി, ആഖിറത്തിന്റെ പ്രതിഫലമോ ജോലിയോ അമലോ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യമാണ് അൻ യഅരിഫ ഹാദിൽ അഹാദീസ, ഈ ഹദീസിനെ കുറിച്ച് മനസ്സിലാക്കണം, അറിയണം. വയബ്ഹസ അൻ അഹ്കാമിഹ, അതിലുള്ള വിധികളെ കുറിച്ച് അവർ ചർച്ച ചെയ്യണം. അതിന്റെ ആശയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം. ഫമാനസ്സത്ത് അലൈഹി, ഏതാണോ വ്യക്തമാക്കിയതിൽ അത് ചർച്ച ചെയ്യണം. അശാറത്ത് ഇലൈഹി, അതിലേക്ക് എന്താണോ ചൂണ്ടിയതെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്.
എന്തുകൊണ്ട് ലിമഷ്തമലത്ത് അലൈഹി മിനൽ മുഹിമ്മാത്തി വഹ്തബത്ത് അലൈഹി മിനൽ തൻബീഹി അലാ ജമീഇ ത്വാആത്തി വദാലിക അല്ലാഹു ലിമൻ തദബ്ബറഹു മുസ്തഹിദറൻ മാ ഖദ്ദംനാഹു ഹാലിബൻ ബിശ്ശറഇ ഖൗലിഹി മുസ്തമീലതൻ അലാ ജമീഇ ദാലിക എന്ന് പറയുന്നതിന്റെ ശറയിൽ ഇപ്പോൾ നമ്മൾ മുന്തിച്ച് പറഞ്ഞല്ലോ. ആ പറഞ്ഞതിലേക്ക് ഹാജറാക്കി ചിന്തിക്കുന്നവർക്ക് ഈ കാര്യം വ്യക്തമായി തിരിയുന്നതാണ്. ഇവിടെ നമ്മൾ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഒന്നും കൂടി കൂട്ടി പറയും. അന്ന ശരീഅത്ത നിശ്ചയമായിട്ടും ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഇന്നമാ വറദത്ത് ശരീഅത്ത് വന്നിട്ടുള്ളത് ലി ബയാനി മസാലിഹിന്നാസി ജനങ്ങളുടെ നന്മകൾ വിശദീകരിക്കാൻ വേണ്ടി ആ ശരീഅത്ത് വന്നിട്ടുള്ളത്. വൻതിലാമി അഹ്വാലി വി മആശിഹിം മആദിഹിം ദുനിയാവിലെയും ആഖിറത്തിലെയും ജീവിത കോർമ്മകൾ അത് എങ്ങനെയൊക്കെ വേണം അത് കോർവയാക്കാനും വേണ്ടിയിട്ടാണ് ശറഅ് വന്നിട്ടുള്ളത്. വൻതിലാമി ഹാലിൽ അവൽ ആദ്യത്തെ അവസ്ഥ എങ്ങനെയാണോ അത് കോർവയാക്കുവാനും വേണ്ടിയിട്ടാണ്. ഇന്നമാ യത്തിമു ബിവദഇ ഖാനൂനിൽ മുആമലാത്തി അലാ വിഫ്ഇൽ അദ്ലി വൽ ഇൻസാഫി ആത്മാർത്ഥതയും തിളക്കവും നീതിയും വേണം. അതിനോട് യോജിച്ച് ഇടപാടുകളൊക്കെ നടത്തണം. ആ ഇടപാടുകൾ നിയമങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന ആദ്യത്തെ അവസ്ഥകളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. അഥവാ ദുന്യവിയായ ജീവിതം നടപടിയാവണമെങ്കിൽ ഇടപാടുകൾ ദുന്യാവിൽ നടക്കും. അത് നീതിയിലായിരിക്കണം, ആത്മാർത്ഥമായി നടക്കണം. അപ്പോഴേ ദുന്യവിയായ ജീവിതം നന്നാവുള്ളൂ. വൻതിലാമി ഹാരിസ്ഥാനി രണ്ടാമത്തതിന്റെ ഇംതിലാമ് വൻതിലാമു വൻതിലാമു ഹാരിസ്ഥാനി ആഖിറത്തിലെ അവസ്ഥയുടെ ഓർമ്മ അത് നന്നാവലെങ്ങനെ ഇന്നമാ യൂജദു ബി തൗഹീദി അത് തൗഹീദ് കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. തൗഹീദ് വേണം. വയത്തിമു ബി തആത്തിൽ ഖൽബിയ്യാവ അപ്പൊ പിന്നെ ഖൽബിയായിരിക്കുന്ന ആരാധന ഉണ്ടാകുമ്പോഴേ തൗഹീദ് പൂർത്തിയാവുകയുള്ളൂ. അൽ ഇഖ്ലാസി വൻ നിയ്യത്തി ആത്മാർത്ഥത കരുത്ത് വൽ ഇൽമിയത്തി വൽ അമലിയത്തി അതുപോലെ അറിവും വേണം, കർമ്മവുമാണ്. ഇതുകൊണ്ടൊക്കെ ഉഖ്റവിയായ ജീവിതം ക്രോഡീകൃതമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ശറഅ് വന്നിട്ടുമുള്ളത്. വഹാദിഹിൽ ഹദീസു മിൻഹാ അപ്പൊ ഈ 40 ഹദീസുകൾ ഇവരിൽ നിന്ന് വന്ന ഈ ഹദീസുകളൊക്കെ മാഹുവ നാസുൻ അലൽ അവ്വലി ബി അഖ്സാബിഹി ദുന്യവിയായിരിക്കുന്ന ജീവിതത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ട് ഓഹരികളായി വ്യക്തമാക്കി തരുന്നതാണ്. ഉഖ്റവിയായിരിക്കുന്ന മറ്റു ദുന്യാവാണെങ്കിൽ ഉഖ്റവിയായ ജീവിതത്തിന്റെ മേൽ അതിന്റെ ഓഹരികളുമായി വ്യക്തമാക്കി വരുന്നതും ഈ പറഞ്ഞ 40 ഹദീസ് അധികമായി വന്നിട്ടുമുണ്ട്. കമാ സയത്തദിഹുലക ബി അസിയദ മിൻ ദാലിക ഇൻദ തഖരീരി കുല്ലി മിൻഹാ ഈ 40 ഹദീസുകൾ ഓരോന്നിനെയും തഖ്രീറാക്കി എടുക്കുമ്പോൾ അതിന് കൂടുതൽ എനിക്ക് വെളിപ്പെട്ട് വരുന്നത് പോലെ മനസ്സിലാവും. ഇതാണ് 40 ഹദീസിന്റെ ശ്രേഷ്ഠത. അള്ളാന്റെ മേൽ മാത്രം ലാലാ വൈരി അള്ളാഹു അല്ലാത്ത മേലില്ലാതെ മഅമൂലി അലല്ലാ എന്ന മഅമൂലിനെ മുന്തിക്കുമ്പോൾ തന്നെ ഹസറിനെ മനസ്സിലാക്കി തന്നതുപോലെ ഈ ഹദീസിനെ ക്രോഡീകരിച്ച് ഒരുമിച്ച് കൂട്ടുന്നതിലും ഇത് അല്ലാത്തതിലും എന്റെ ഇഅ്തിമാദ് അള്ളാന്റെ മേൽ മാത്രമാണ്. വഇലൈഹി അള്ളാഹുവിലേക്ക് മാത്രമാണ്. ലാ ഇലാഹ ഗൈരി മറ്റൊരാളിലേക്കില്ല. തഫ്വീദി വസ്തിനാദി എന്റെ കാര്യങ്ങൾ ഞാൻ ചേർത്തുന്നു എല്ലാം അള്ളാഹുവിലേക്ക് മാത്രം. വലഹു ദൂന ഗൈരി അള്ളാഹുവിന് മാത്രമാണ്, മറ്റാർക്കുമില്ല. അൽഹംദു സർവസ്തുതിയും. അതെന്തിനാണ്? മിൽക്കം വസ്തിഖാഖും വഖ്തിസാസും പ്രത്യേകത ഉടമയാക്കുക അധികാരം. ഈ നിലക്ക് നോക്കിയാലൊക്കെ ഹംദിന്റെ അവകാശം അല്ലാഹ് മാത്രമാണ്. നിഅമത്തും അല്ലാഹുള്ള ഈജാദം വ ഈസാരൻ ഇലാ ഖൽഖി ബിസായിരി അൻവാഇ കമാ മറ നിഅമത്തിന്റെ എന്തെല്ലാം ഇനങ്ങളുണ്ടോ അതൊക്കെ ചേർത്തുക സൃഷ്ടിയിലേക്ക്, അങ്ങനെ ചേർക്കുക, ഉണ്ടാക്കുക, ഇതൊക്കെ അല്ലാഹുള്ളതാണ്. വയറു അതല്ലാത്തതും അപ്പൊ അള്ളാഹു അല്ലാത്തവര് വയും ഉജിതലോ ഹംദുൻ ഔ മിൻഹു നിഅമത്തുൻ അള്ളാഹു അല്ലാത്തവർക്ക് ഹംദുണ്ടാവാലോ അള്ളാഹു അല്ലാത്ത നിഅമത്തും കിട്ടുമല്ലോ. അപ്പൊ അതിനർത്ഥം വെക്കുക ഇന്നമാഹി സൂറത്തി ദൂരൽ ഹഖീഖത്തി അത് രൂപത്തിൽ മാത്രമേ ഉള്ളൂ. ഹഖീഖത്ത് അയാൾക്കല്ല അള്ളാഹ്ക്കല്ലേ. കമാമറ ബയാനു വാദ്യം അബസൂത്തൻ അതൊക്കെ ഹംദിന്റെ അവിടെ പറഞ്ഞ് നല്ലോണം വിശദമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അള്ളാന്റെ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹ് ഉദ്ദേശിച്ചവരുടെ മേലെ അള്ളാഹു തആലാന്റെ ശ്രേഷ്ഠത മിന്നത്തി എന്ന കാരണം കൊണ്ട് ഇതിന്റെ അർത്ഥം തോഫീക്ക് അത് കാരണം കൊണ്ടാണ് തോഫീക്ക് ഉണ്ടാവുക. ആ തോഫീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഖൽഖു ഖുദ്റത്തി ത്വാഅത്തി ബിൽ അബ്ദി അടിമയിൽ ആരാധനയ്ക്കുള്ള കഴിവിന് അള്ളാഹ് സൃഷ്ടിക്കുകയാണ്. അപ്പൊ ആരാധിക്കുന്നവർക്ക് കഴിവ് കൊടുത്തു തൗഫീഖാണ്. ഇനി
മടക്ക സ്ഥലത്തെ പരിഗണിച്ച് നോക്കുമ്പോൾ ഈ പറയും തൗഫീഖിനോട് ലുത്തുഫ് ചെയ്യാ എന്നുള്ളതും യോജിക്കുമല്ലോ. പൊതുവ അതെന്താണ് ലുത്തുഫ്? സ്വലാഹുമ്മ ബിഹിൽ അബ്ദു ഇൻദ ഖാത്തിമത്തി ഉംദിഹി, അവന്റെ വയസ്സ് അവസാനിക്കുന്ന സമയത്ത് ഒരു അടിമക്ക് നന്നാവാൻ പറ്റുന്ന കാര്യം എന്താണോ അതാണ് ലുത്തുഫ്. അപ്പൊ ആലുഹുമ തൗഫീഖ് അതുപോലെ ലുത്തുഫ് ഇത് രണ്ടിന്റെയും മടക്കം വാഹിദ് ഒന്ന് തന്നെയാണ്. ലുത്തുഫ് അതുപോലെ തൗഫീഖ് അർത്ഥത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ മടക്കം ഒന്ന് തന്നെയാണ്. ഇസ്മത്തും അള്ളാഹിനെ കൊണ്ടാണ്. ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അയൽ ഹിഫ്ളു അനിൽ വഖൂഇൽ മുഖാലഫാത്തി, എതിരാവുന്ന കാര്യം എന്തൊക്കെയുണ്ടോ അതിൽ സംഭവിക്കലിനെ തൊട്ട് സൂക്ഷിക്കുക. അപ്പൊ ദീൻ കാര്യങ്ങൾ എതിരാവാതിരിക്കുക, അതിനുള്ള കാവൽ. യുഖദു കലാമിഹി, മുസന്നിഫിന്റെ കലാമെന്ന് മനസ്സിലാക്കപ്പെടാം. അന്നഹു യജൂസു ലനാ അദ്ദുആ ബിൽ ഇസ്മത്തി, ഇസ്മത്ത് കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. വഹുവ ളാഹിർ ഇൻ ഉരീദ ബി അൽ ഹിഫ്ളു മിന ദംബി മഅ ജവാദി വഖൂഇ ഖിലാഫിഹി, പാപം സംഭവിക്കുക എന്ന് ജായിസാണ്. അതോടൊപ്പം തന്നെ പാപത്തെ തൊട്ട് കാക്കലിനെ ആണ് ഇസ്മത്തുകൊണ്ട് ഉദ്ദേശമെങ്കിൽ ആ പാപമോചനം, പാപത്തെ തൊട്ട് കാക്കൽ തേടാം, അതിന് ഇസ്മത്ത് കൊണ്ട് തേടാം. ഇത് ഈ പറഞ്ഞത് അമ്പിയാക്കൾ അല്ലാത്തവർക്കും സ്ഥിരമായതുള്ള ഈ ഇസ്മത്ത്. പിന്നെ അമ്പിയാക്കൾക്കുള്ള ഇസ്മത്ത് നമുക്ക് പറ്റൂല. അമ്മ സബാത്തുൽ അംബിയായി അലൈഹിമുസ്സലാത്തു വസ്സലാം, അമ്പിയാക്കൾക്ക് സ്ഥിരപ്പെട്ട ഇസ്മത്ത് എന്താ? അത് പൗവൽ ഇതൊന്നുമായി ഇസ്തിഹാരത്തി വഖൂഇ ഖിലാഫിഹി, പാപം സംഭവിക്കാതിരിക്കണം. പാപം സംഭവിക്കുവാനുള്ള, പാപത്തിന് സംഭവിക്കാത്തതിന്റെ എതിരെ സംഭവിക്കണം. അപ്പോ അവരുടെ ഇസ്മത്ത് എന്താണോ? പാപം വരാതിരിക്കാനാണ്. അപ്പൊ ആ പാപം സംഭവിക്കൽ ഇല്ലാതിരിക്കണം, അത് പാടില്ല. പാപം സംഭവിക്കുക എന്നുള്ള മുഹാലാണ്. ആ മുഹാലായതോടുകൂടിയുള്ള ഇഫ്ളാണ് അമ്പിയാക്കൾക്കുള്ള ഇസ്മത്ത്. ആ ഇസ്മത്ത് ഞമ്മക്ക് പറ്റൂല. ഇവിടെ നമ്മൾ കൈതാക്കി കൊടുത്തു, രണ്ടർത്ഥ പ്രകാരമാണ്. പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഇസ്മത്തുണ്ട്, പറ്റാത്തതുമുണ്ട്. എന്നാൽ മുത്തലക്കൻ നിൽക്ക് ഇസ്മത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ ഉസ്താദ് അബുൽ ഹസൻ ഷാദിലി ഉസ്താദ് അബു ഹസൻ ഷാദിലി തങ്ങൾ ഈ ഇസ്മത്ത് കൊണ്ട് തന്റെ ഹിസ്ബിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ ഈ ഭാഗം എന്തായിട്ടുണ്ട്? ഈ മണ്ണ് നിരൂപണം നടത്തുകയും ചെയ്തിട്ടുമുണ്ട്. അവർ ഫലം യൂസിബ്, അവർ യഥാർത്ഥം എത്തിച്ചിട്ടേ ഇല്ല, വെറുതെ ഒരു വാദം തന്നെയുള്ളൂ. കാരണം ഇതില്ല ദലീല യഅ്നുദുഹു, ആ മന് ചെയ്ത ആളുടെ മന്നിന് ശക്തിപ്പെടുത്തുന്ന ദലീലില്ല. വലാ ഖിയാസ് യുസായിദു, അതിനെ സഹായിക്കാൻ പറ്റുന്ന ഖിയാസുമില്ല. അതുകൊണ്ട് അപ്പോൾ ഇസ്മത്ത് കൊണ്ട് പ്രാർത്ഥിക്കാം നമ്മൾ ഈ അർത്ഥപ്രകാരം. ഇന്നത്തെ ക്ലാസ് കുറച്ച് ദീർഘമായി, കാരണം 1 2 3 ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അപ്പൊ കുറച്ച് ദീർഘമായി എടുക്കുമ്പോഴേ വെളിയിൽ വരുന്ന ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പഠിക്കാനൊക്കെ കിട്ടും.